സോഷ്യൽ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ റെലവൻസ് എന്നും അതിന് നമ്മുടെ ടോക്കൺസ് കണ്ടുപിടിക്കുന്നതിലുള്ള ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ഓരോ ടോക്കൺസിനും സ്കോർ അനലൈസ് ചെയ്യുന്ന 1-2 പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സാൻഡിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിന്റെ പേര് തന്നെ സാൻഡിമെന്റ് സെന്റിമെന്റ് അനാലിസിസ് എന്നാണ് പറയുക. അപ്പോൾ അത് നമുക്ക് ഒരു ഇച്ചിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ സോഷ്യൽ വോള്യൂം അല്ലെങ്കിൽ സോഷ്യൽ സെന്റിമെന്റ്സ്, വോളറ്റിലിറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടാതെ മറ്റ് ചില പാരാമീറ്റേഴ്സും കൂടി ഈ ഒരു ടൂൾ അനലൈസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും നേരത്തെ പറഞ്ഞ ടോപ്പിക്സ് കൂടാതെ അവർ അനലൈസ് ചെയ്യുന്ന 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ഡെവലപ്പർ ആക്ടിവിറ്റിയും 2 വെയിൽ അനാലിസിസും. അതായത് ഡെവലപ്പർ ആക്ടിവിറ്റി വളരെ കൂടുതലുള്ള പ്രൊജക്റ്റുകൾ വളരെ ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഗിറ്റ് ഹബ് എന്നുള്ള അതിൻ്റെ കോഡ് റെപ്പോസിറ്ററി അനലൈസ് ചെയ്തിട്ടാണ്. ബേസിക്കലി ഡെയിലി കമ്മിറ്റുകളും മൾട്ടിപ്പിൾ കമ്മിറ്റുകളുമുള്ള ഒരു കോഡ് റെപ്പോസിറ്ററി വളരെ ആക്റ്റീവ് പ്രൊജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്.